മില്ലറ്റ് ഉൽപാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് രാജസ്ഥാനാണ്. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്തി ബിജ്ലി യോജന പദ്ധതിയുമായി അനുയോജ്യമല്ലാത്ത പ്രസ്താവന എന്ന് വെച്ചാൽ അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഡി ആണ് അനുയോജ്യമല്ലാത്തത്. അനുയോജ്യമായിട്ടുള്ളത് എ, ബി, സി എന്നിവ ശരിയാണ്. ഇന്ത്യയിലെ കുടുംബങ്ങൾക്ക് സൗജന്യ നിരക്കിൽ വൈദ്യുതി ലഭ്യമാക്കാൻ തുടങ്ങിയ പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്തി ബിജ്ലി യോജന. ഈ പദ്ധതി പ്രകാരം വീടുകളിൽ മുകളിൽ സോളാർ പാനൽ വയ്ക്കാൻ സബ്സിഡി നൽകുന്നു. പദ്ധതി പ്രകാരം 1 കോടി കുടുംബങ്ങൾക്ക് ഗുണം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സർക്കാരിൻ്റെ വൈദ്യുതി ചെലവ് കുറയ്ക്കാനും സഹായിക്കുന്നു. അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് ആധാരമായി മാറിയ ലക്ഷ്യപ്രമേയത്തിന് സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന എന്ന് വെച്ചാൽ 3ഉം 4ഉം ആണ്. നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ലക്ഷ്യപ്രമേയം 1947 ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പാസ്സാക്കപ്പെട്ടു. അപ്പോൾ എന്താണ്? നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ലക്ഷ്യപ്രമേയം 1947 ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പാസ്സാക്കപ്പെട്ടു. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് 8 പ്രധാന കമ്മിറ്റികൾ രൂപീകരിക്കപ്പെട്ടു. താഴെ പറയുന്ന അത്തരം കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് വെച്ചാൽ യൂണിയൻ പവേഴ്സ് കമ്മിറ്റി നെഹ്റു, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി നെഹ്റു, പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി അംബേദ്കർ, റൂൾസ് പ്രൊസീജിയർ കമ്മിറ്റി എന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അപ്പോൾ യൂണിയൻ പവേഴ്സ് കമ്മിറ്റി നെഹ്റു ശരിയാണ്. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി നെഹ്റു ശരിയാണ്. റൂൾസ് ആൻഡ് പ്രൊസീജിയർ കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇത്രയും ശരിയാണ്. ഇന്ത്യയിലെ പൗരത്വത്തെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന എന്ന് വെച്ചാൽ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 2 ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് പൗരത്വത്തെക്കുറിച്ച് പറയുന്നത്. 1955 പൗരത്വ നിയമം അനുസരിച്ച് 3 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാ എന്നാണ് ചോദിച്ചിരുന്നത്. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ചെയ്ത ക്വസ്റ്റ്യനാണ്. ഇവിടെ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പ്രോത്സാഹനത്തിന് വേണ്ടി നികുതികൾ കൊടുക്കുവാൻ നിർബന്ധിക്കുന്നതിനെതിരെ ഉള്ള അവകാശമാണ് ഉള്ളത്. അതായത് ഏതെങ്കിലും മതത്തിൻ്റെ പ്രോത്സാഹനത്തിന് വേണ്ടി നികുതി കൊടുക്കുവാൻ നിർബന്ധിക്കുന്നതിനെതിരെ ഉള്ള അവകാശമാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ 42ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. പാർട്ട് 4A ഭരണഘടനയോട് കൂട്ടിച്ചേർക്കപ്പെട്ട ഭേദഗതിയാണ് 42ാം ഭേദഗതി. അതേപോലെ തന്നെ ലോക്സഭയുടെ കാലാവധി നീട്ടിയ ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭേദഗതി. ഇന്ത്യയിലെ ഇപ്പോഴത്തെ പെട്രോളിയം പ്രകൃതി വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി ഹർദീപ് സിംഗ് പുരിയാണ്. 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി BJP ആയിരുന്നു. ലോക്സഭയിലേക്ക് നടന്ന ഈ തെരഞ്ഞെടുപ്പ് 18ാമത്തെ തെരഞ്ഞെടുപ്പാണ്. കേരള സംസ്ഥാനത്തെ വയോജന നയം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച നൂതന പദ്ധതിയാണ് വയോമിത്രം. താഴെ പറയുന്ന സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായത് 1ഉം 2ഉമാണ്. ഭരണഘടനയുടെയും പഞ്ചായത്ത് രാജ് ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്ത് ശുപാർശകൾ സമർപ്പിക്കാൻ നിയുക്തമായതാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ വന്നത് എന്നാണ് 1994 ഏപ്രിൽ 23, 5 വർഷമാണ് കാലാവധി. ഫസ്റ്റ് ചെയർമാൻ എന്ന് വെച്ചാൽ PM എബ്രഹാം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ്ജ വിമാനത്താവളം എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഏത് വിമാനത്താവളമാണ്? കൊച്ചിയാണ്. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഒരു സാമ്പത്തിക വർഷം എത്ര തൊഴിൽ നൽകുന്നു? 100 തൊഴിലാണ്. 2024 പ്രഖ്യാപിച്ച 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ഫീച്ചർ ഫിലിം ആട്ടം. സംസ്ഥാനങ്ങളിൽ മുഖ്യ വിദേശ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണർ. മനുഷ്യ ഹൃദയത്തെ പൊതിഞ്ഞു കാണുന്ന ഇരട്ട സ്ഥലം പെരിക്കാർഡിയം. നിപ്പ അസുഖം ഉണ്ടാക്കുന്ന രോഗാണു വൈറസ്. ഹരിതഗൃഹ വാതകത്തിന് ഉദാഹരണമല്ലാത്തത് ഓക്സിജൻ. മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നതിന് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി താലോലം. ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ വ്യായാമക്കുറവും ഭക്ഷണവുമാണ്. ശ്വേതരക്താണുക്കളിൽ ഉൾപ്പെടാത്തത് ത്രോംബോസൈറ്റ് ആണ്. ശ്വേതരക്താണുക്കളിൽ ഉൾപ്പെടാത്തത്. അപ്പോൾ ഉൾപ്പെടുന്നത് ന്യൂട്രോഫില്, മോണോസൈറ്റ് ആൻഡ് ലിംഫോസൈറ്റ് ആണ്.
അടുത്തതെന്ന് വെച്ചാൽ DNA-യിൽ നൈട്രോജനിയസ് ബേസുകൾ ഉൾപ്പെടാത്തത് യുറാസിനിലാണ്. നിശാന്തതയ്ക്ക് കാരണം വിറ്റാമിൻ എയുടെ അഭാവമാണ്. ജൂലൈയിൽ ഉപയോഗിക്കുന്ന ദർപ്പണം എന്ന് വെച്ചാൽ കോൺകേവ് ദർപ്പണമാണ്. ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രൻ്റെ ചലനത്തിന് കാരണം അഭികേന്ദ്ര ബലമാണ്. ശബ്ദ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഡെസിബലാണ്. അക്വേറിയ രാജകീയ വെള്ളം എന്ന് വിളിക്കുന്നത് പിന്നിലുള്ള കാരണം സ്വർണ്ണം ലയിപ്പിക്കുവാനുള്ള കഴിവ്. താഴെ തന്നിരിക്കുന്ന മൂലകങ്ങളെ അലോഹങ്ങളെ തിരിച്ചറിയുക. ബി ആണ് ആൻസർ. തൈരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡാണ്. ഏറ്റവും ശക്തമായ മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമായ സംക്ഷേപ വേദാർത്ഥം ആരുടെ രചനയാണ്? ഫാദർ ക്ലെമന്റ് പിയാനീസ് ആണ്. നാടകരംഗത്ത് പുതിയ അവബോധം സൃഷ്ടിച്ച നാടകകൃത്ത് C.J. തോമസിൻ്റെ നാടകങ്ങൾ അവൻ വീണ്ടും വരുന്നു, 1128, ക്രൈം 27. മനുഷ്യാലയ ചന്ദ്രിക എന്ന ഗ്രന്ഥം ഏത് വിഷയവുമായി ബന്ധപ്പെട്ട്? ഗാർഹിക വാസ്തുവിദ്യയുമായി ബന്ധപ്പെട്ടാണ് മനുഷ്യാലയ ചന്ദ്രിക. കഥകളിക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ചെണ്ട, ചേങ്ങില, ഇലത്താളം, ശുദ്ധമദ്ദളം. 2028 സമ്മർ ഒളിമ്പിക്സ് ലോസ് ഏഞ്ചൽസിലാണ് നടക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ പറയുന്ന ഏതാണ് ശരി എന്നാണ്? BCG എന്ന ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്നാണ്. ഒരു ഇമെയിലിന് ഡോക്യുമെൻറ്റുകളും ചിത്രങ്ങളും പോലെ ഒന്നിലധികം അറ്റാച്ച്മെൻറ്റുകളും ഉണ്ടാകാം. IT Act 2000 സൈബർ ഭീകരതയ്ക്കുള്ള ശിക്ഷ 66F പ്രതിപാദിക്കുന്നത്. പാന്തർ, ജാഗർ, പ്യൂമ, ചീറ്റ എന്നിവ ഏത് ഓപ്പൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ വിവിധ പതിപ്പുകളാണ്? മാക്. പാന്തർ, ജാഗർ, പ്യൂമ, ചീറ്റ, മാക്. വിരാശ നിയമത്തിലെ ഏത് വകുപ്പാണ് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നിയമിക്കുന്നത്? വകുപ്പ് 5(2) ആണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ചരക്കുകളുടെയും സേവനങ്ങളുടെയും മൂല്യം 50 ലക്ഷത്തിൽ കവിയാൻ പാടില്ല. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ അധ്യക്ഷ, ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രി. ലോക ഉപഭോക്തൃ അവകാശ ദിനം എല്ലാ വർഷവും ഏത് തീയതിയിലാണ്? മാർച്ച് 15-നാണ് ആചരിക്കുന്നത്. ഇന്ത്യയിലെ മുതിർന്ന പൗരന്മാർക്ക് സംരക്ഷണം വർദ്ധിപ്പിക്കുന്ന ഏത് സുപ്രധാന നിയമ നിർമ്മാണം പാസാക്കി? മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും നിയമം 2007.